ഒന്നായി ചേർന്നു പാടാം, അനുഭവിക്കാം. ഒന്നായി ചേർന്നു പാടാം, സ്വർഗവാണി സ്വർഗവാണി. സ്വർഗവാണിയുടെ മനോഹരമായ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യത്തോടെ ഇന്നത്തെ നമ്മുടെ സ്വർഗവാണി ഇവിടെ ആരംഭിക്കുകയാണ്. ഒട്ടും സമയം കളയാതെ ഇപ്പോൾ തന്നെ ഞങ്ങളെ വിളിച്ചു തുടങ്ങുക. നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്. പോയതിനു ശേഷം തിരികെ വരാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ് വിളിക്കുന്നത്? ഹലോ, ഗ്രേസി ആന്റി, എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ മാവേലിക്കരയിൽ നിന്ന്. മാവേലിക്കരയിൽ എവിടാ താമസിക്കുന്നത്? കണ്ടിയൂർ ശ്രീകണ്ഠപുരം ഹോസ്പിറ്റലിൽ കേട്ടിട്ടുണ്ടോ? ശ്രീകണ്ഠപുരം ഹോസ്പിറ്റലൊക്കെ അറിയാം. അവിടെ അതിനടുത്താണോ? അതെ, അതിനടുത്താണ്. ഓക്കെ ആന്റി, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ മോളും ഹസ്ബൻഡ്, അമ്മ, ഞാന്. ഓക്കെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? എല്ലാരും സുഖമായിട്ട് പോകുന്നു മോളെ. സ്വർഗവാണി എന്ന പ്രോഗ്രാം ഇഷ്ടമാണോ? ഓക്കെ, വലിയ ഇഷ്ടം. പാട്ട് പാടുന്നത് ഇഷ്ടമാണോ? പാട്ടൊന്നും പറയാനില്ല. അപ്പൊ ഇന്ന് ഞങ്ങൾ ഏത് പാട്ടാ ആന്റിക്ക് വേണ്ടി പാടേണ്ടത്? എനിക്ക് ഇന്ന് വേണ്ടത് അടവി തരിക്കലിനിടയിൽ ഒരു നാരകം എന്ന പാട്ടില്ലേ? അടവി തരിക്കലിനിടയിൽ ഒരു നാരകം എന്നവണ്ണം. ഓക്കെ, അതിന്റെ നല്ലൊരു സ്റ്റാൻസയോടുകൂടി ആ പാട്ട് ആന്റിക്ക് പാടിത്തരാം. ഓക്കെ, എല്ലാവരും ഞങ്ങളുടെ അന്വേഷണം അറിയിക്കണം കേട്ടോ. ഞങ്ങൾക്ക് വേണ്ടി കുടുംബമായിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാം, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും. ഓക്കെ ആന്റി, ദൈവം അനുഗ്രഹിക്കട്ടെ. ശരി, ഓക്കെ. അപ്പൊ നമ്മളെ വിളിച്ചത് മാവേലിക്കരയിൽ നിന്നും ഗ്രേസി ആന്റിയാണ്. അതെ, ഇത്ര അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്തു നിന്നാണ് ആന്റി വിളിച്ചത്. അപ്പം ഒത്തിരി സന്തോഷം. പ്രിയപ്പെട്ട ആന്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു പാട്ട് പാടിയിട്ട് ആന്റി പറഞ്ഞൊരു പാട്ടുണ്ട്, അടവി തരിക്കലിനിടയിൽ. ആ പാട്ട് പാടിയതിനു ശേഷം തിരികെ വരാം. ഓക്കെ. വിശുദ്ധരിൻ നടുവിൽ
ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ് പാടിയത്. അതെ, വളരെ മനോഹരമായ എല്ലാ മിക്ക എപ്പിസോഡുകളിലും ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്നൊരു പാട്ടാണ് അടവി തരിക്കളിനിടയിൽ. കാരണം ആ പാട്ടിൻ്റെ ഒന്നൊരു മധുരം അത് തീരില്ല. അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്താ കണ്ടിന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എപ്പോൾ പാടിയാലും. അതെ, അപ്പോൾ നമുക്ക് അടുത്ത കോളറിലേക്ക് പോകാം. അതെ, ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. സ്വാഗതം സ്വാഗതം. ഇതാരാണ്? ഞാൻ ജോളി ജോൺ. ജോളി ജോൺ നിരണം. നിരണം. ജോളി ജോൺ. അതെ, നിരണം. നിരണത്തുനിന്ന് ജോളി ജോൺ ആന്റി. ആന്റി എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു മോളെ, സുഖമായിരിക്കുന്നു. വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? വീട്ടിലെന്റെ മോൻ വന്നിട്ടുണ്ട്. അപ്പം നമ്മള് മക്കളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് പോകുന്നു. ഓ, അതിന്റെ ഒരു സന്തോഷമാണ് ഈ സംസാരത്തിൽ ഇങ്ങനെ മുഴങ്ങി നിൽക്കുന്നത്. അതെ 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 അതെ. ഓക്കെ, അപ്പൊ ആ ഒരു സന്തോഷത്തിൽ ഒരു 2 വരി പാട്ട് നമ്മുടെ സ്വർഗവാണി പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടിക്കേ. മനമുരുകി പ്രാർത്ഥിച്ചിടാം ദിനവും തിരുസവിധേയാചിച്ചിടാം. തകർന്ന ഹൃദയം കാണുന്ന ദൈവം, തകർന്ന ഹൃദയം കാണുന്ന ദൈവം, മനസ്സലിവുള്ളവൻ കരുണയിൻ കടലായി കടലായി അരികിൽ കൂട്ടിനുണ്ട്. മനസ്സലിവുള്ളവൻ കരുണയിൻ കടലായി കടലായി അരികിൽ കൂട്ടിനുണ്ട്. ആന്റി നല്ല പാട്ട് കേട്ടോ. വളരെ നന്നായിട്ട് പാടി, വളരെ നന്നായിട്ട് പാടി. നല്ലൊരു പാട്ട്. എന്തായാലും ഇന്നത്തെ ഈ ഒരു ചിരിയോടുകൂടിയുള്ള ആ കോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി, ഈ ഒരു സംസാരം. അപ്പം ഇന്ന് ഞങ്ങൾ ഏത് പാട്ടാ എനിക്ക് പാടിത്തരേണ്ടത്? എനിക്ക് സ്വർഗീയ ശില്പി നേരിൽ കാണുന്നുള്ള പാട്ട് വേണം. ഓക്കെ, സ്വർഗീയ ശില്പിയെ ഞാനൊരു 8 വർഷമായിട്ട് എന്റെ ഹസ്ബൻഡ് മരിച്ചു. ഒരു 2 വർഷത്തോളം ഞാൻ മാനസികമായി ഒത്തിരി പ്രയാസത്തിലായിരുന്നു. ഇപ്പം വളരെ സന്തോഷമായിട്ട് ഞാൻ കഴിയുന്നു. എന്റെ മക്കളും എല്ലാം ഉണ്ട്, കൊച്ചുമക്കളും ഉണ്ട്. അങ്ങനെ വളരെ സന്തോഷമായിട്ട് ആ പാട്ട് കേൾക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. ഓ, അപ്പം ആന്റിക്ക് വേണ്ടിയിട്ട് ആ പ്രത്യാശയുടെ ആ ഗാനം ഞങ്ങൾ പാടുന്നതായിരിക്കും. ഓക്കെ 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 ആന്റി, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം നമ്മളെ നിർണത്തുനിന്ന് വിളിച്ച ആന്റി നല്ല ഒരു പാട്ടൊക്കെ നമുക്ക് പാടി തന്നു. ഇപ്പം മക്കളൊക്കെ വന്നതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പം ആ സന്തോഷത്തിൻ്റെ അതേ എഫക്റ്റിൽ തന്നെയാണ് നമ്മളെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ആ പ്രിയപ്പെട്ട കുടുംബത്തെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആൻറ്റി നമ്മളോട് നല്ലൊരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കത് പാടിക്കൊടുത്തിട്ട് തിരികെ. ഓക്കെ.
ഭയങ്കരമായിട്ട് ജനഹൃദയങ്ങളിൽ നിൽക്കുന്ന ഒരു പാട്ടാണിത്. അതെ, ഏറെ പ്രത്യാശ നൽകുന്ന ഒരു പാട്ട്. പ്രിയ ഷാരോൺ വർഗീസ് എഴുതി ട്യൂൺ ചെയ്ത് പാടിയ പാട്ടാണ്. അപ്പം അത് നമുക്കറിയാം കേരളത്തിലെ ക്രിസ്ത്യാനികൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചൊരു പാട്ടാണിത്. അപ്പം പ്രിയപ്പെട്ട ആൻറ്റിക്കും കുടുംബത്തിനും വേണ്ടി ഈ പാട്ട് പാടാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. അതെ, കാണുന്ന ഞങ്ങളുടെ പ്രേക്ഷകർക്കെല്ലാം ഈ പാട്ട് ഒരു അനുഗ്രഹമായി തീരും എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് അടുത്ത കോളിലേക്ക് കടക്കാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. സ്വാഗതം. ഇതാരാണ് വിളിക്കുന്നത്? വയനാട്ടിൽ നിന്ന് ആരാണ് വിളിക്കുന്നത്? ശോശാമ്മ. ശോശാമ്മ. എൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടിലെ മോന്റെ മക്കളെ, ഭാര്യ, ഞാന്. അപ്പൊ ഒരു വലിയ കുടുംബമാണ്. ഒരു കുടുംബം. അതെ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. സന്തോഷമായിട്ടിരിക്കുന്നു. അവിടെ മഴയുടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഭയങ്കര മഴയാ. ആണോ? ഓ, ശരി ശരി. എല്ലാരും സേഫ് ആണോ? എല്ലാരും ഓക്കെ ആണോ? എന്തോ? അവിടെ എല്ലാരും സേഫ് ആണോ? എല്ലാരും ഓക്കെ ആണോ? സേഫാ. ഓക്കെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ശോശമാൻറ്റി, ഇന്ന് ഞങ്ങൾ ഏത് പാട്ടാ ആന്റിക്ക് വേണ്ടി പാടിത്തരേണ്ടത്? ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഭക്തിഗാനം പാടണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഭക്തിഗാനം ശോശമാൻറ്റിക്കും കുടുംബത്തിനും വേണ്ടി ഞങ്ങൾ പാടാം. ഓക്കെ, അപ്പൊ വീണ്ടും വിളിക്കണം. വിളിക്കാം. ഓക്കെ ആന്റി, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ. അപ്പം വയനാട് നിന്ന് നമ്മുടെ ശോശാമ്മ ആന്റിയാണ് വിളിച്ചത്. അതെ, ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. അത് വലിയൊരു കുടുംബമാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെല്ലാം ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പൊ പ്രിയ ആന്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു പാട്ട് പാടിയിട്ട് തിരികെ വരാം. സൗഖ്യദായകൻ യേശു ആത്മാവിൽ ശാന്തിയേകും, ജീവന്റെ നായകൻ ക്രിസ്തു ജീവനിൽ നടത്തിടും. ഓ, ജീവനിൽ നടത്തിടും. സൗഖ്യദായകൻ
ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട വരികളാണ്. നല്ലൊരു പാട്ടാണ്. കേൾക്കാൻ ഇങ്ങനെ നമുക്ക് എന്താ പറയുന്നത്, കാതോർത്തിരിക്കാൻ തോന്നുന്ന ഒരു വളരെ മനോഹരമായ ഒരു ഗാനമാണ്. അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഓക്കെ. ഹലോ, ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ആരാണിത്? താങ്ക് യു. താങ്ക് യു, താങ്ക് യു. ഓക്കെ, ഇതാരാണ് വിളിക്കുന്നത്? ഇതാരാണ് വിളിക്കുന്നത്? പേരെന്താണ്? എന്റെ പേര് നോയൽ രജിച്ചോ. നോയൽ. നോയൽ കുട്ടൻ, എന്തുണ്ട് വിശേഷം? വിശേഷമൊന്നുമില്ല. ഞാൻ ഇതിനു മുമ്പ് 2 ദിവസം വിളിച്ചിട്ടുണ്ട്. ആണോ? ഓ, അപ്പൊ നോയൽ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണോ? അതെ അതെ. ആണോ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4ാം ക്ലാസ്സില്. 4ാം 4ാം ക്ലാസ്സിലാ. അപ്പൊ നോയൽ കുട്ടന്റെ നല്ലൊരു പാട്ടോടെ നമുക്ക് അതെ അതെ നല്ലൊരു പാട്ട് പാടിയതിനു ശേഷം തിരികെ വരാം. ഓക്കെ, നല്ലൊരു പാട്ട് പാടിക്കേ, ഒരു 4 വരി. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും തുണി കരുതിടണേ, ഇനിയും മറത്തണേ തിരുവിധം പോൽ. ഓ, സൂപ്പർ ആയിട്ട് പാടി കേട്ടോ. ഹലോ, താങ്ക് യു. ഞങ്ങൾ വിചാരിച്ചു നോയൽ അവസാനം സന്തോഷം കൂടിയിട്ട് അവസാനം കരയുവാണെന്ന് ചിന്തിച്ചു. ഞങ്ങൾ വിചാരിച്ചു നോയൽ കുട്ടൻ ആ പാട്ടൊക്കെ പാടിപ്പോ ഏറ്റവും അവസാനം വന്നപ്പോ കരയുവാണെന്ന് ചിന്തിച്ചു, സന്തോഷം വന്നിട്ട്. നോയലേ, സ്കൂളിലൊക്കെ പാട്ടൊക്കെ പാടാറുണ്ടോ? സ്കൂളിൽ പാട്ടൊക്കെ പാടാറുണ്ടോ? പാട്ട് പാടാറുണ്ട്. ഓക്കെ. ദൈവം നല്ലൊരു സിംഗർ ആക്കട്ടെ കേട്ടോ. വീട്ടിൽ എല്ലാവരും ഞങ്ങളുടെ അന്വേഷണം അറിയിക്കണേ കേട്ടോ. ഓക്കെ, വീണ്ടും വിളിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പം നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ നോയൽ കുട്ടനാണ് വിളിച്ചത്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതെ അതെ, നല്ലൊരു പാട്ടുകാരനോടാണ്. ഇതിനു മുമ്പൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ തന്നെ എന്താ പറയുന്നത്, വളരെ മനോഹരമായിട്ട് നമുക്ക് നല്ലൊരു പാട്ടൊക്കെ പാടി തന്നു. അപ്പം അവൻ നല്ലൊരു സിംഗറായിട്ട് വളർന്നു വരട്ടെ. അപ്പം കർത്താവിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു പാട്ടിലേക്ക് പോവാം. ഓക്കെ. From my mother's womb, you chosen me. Love has called my name. I've been born again into your family. Your blood flows through my veins. From my mother's womb, you have chosen me. Love has called my name. I've been born again in your family. Your blood flows through my veins. I'm no longer a slave to fear. I am a child of God. I'm no longer a slave to fear. I am a child of God. You've unraveled me with a melody. You surround me with a song of deliverance from my enemy. Your blood flows through my veins. You've
വളരെ മനോഹരമായ ഒരു പാട്ടാണിത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ നമ്മളെ കണ്ട കർത്താവ്, ആ കർത്താവിൻ്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന വളരെ മനോഹരമായ ഒരു പാട്ടാണ്. വളരെ മനോഹരമായൊരു ഇംഗ്ലീഷ് സോങ് ആണ്. ഈ പാട്ടൊക്കെയും നിങ്ങൾക്ക് വളരെ ആശ്വാസമാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ സ്വർഗവാണിയുടെ ടൈം ഇവിടെ തീരുകയാണ്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ദൈവം എല്ലാവരെയും സൂക്ഷിക്കട്ടെ എന്ന എളിയ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.